ജൂലൈ 1 രാവിലെയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. അന്ന് വൈകിട്ട് 1/7/2026 19-21 കൊരട്ടി ക്രൈം 418 കൊരട്ടി പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 126 115 ക്ലോസ് 2 296 ക്ലോസ് B 324 ക്ലോസ് 4 വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. ആ FIR-ൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പ്രതിയുടെ കോളത്തിൽ കണ്ടാൽ അറിയുന്ന ആളാണ്. FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ സ്റ്റേഷനിലെ ഹബീബുള്ള എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആ പോലീസ് സ്റ്റേഷനിലെ സ്ട്രെങ്ത്തിൽപ്പെട്ട അവിടുത്തെ മെമ്പറാണ്, അവിടുത്തെ അംഗമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തെ അറിയില്ല എന്നുള്ളത് ഒരു കാപട്യവും തികച്ചും വഞ്ചനാപരവും കുറ്റകരവുമാണ്. അറിയാവുന്ന ഒരു വിഷയം ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ മറച്ചു വെച്ച് രേഖപ്പെടുത്തുന്നത്, സപ്രഷൻ ഓഫ് ദി മെറ്റീരിയൽ ഫാൾസ് സജസ്റ്റ് ഫാൾസ് തിങ്സ് എന്നുള്ളത് വളരെ തെറ്റായ ഒരു നടപടിക്രമമാണ്. ഇത് മാത്രമല്ല, മാധ്യമങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും കേരളത്തിലെമ്പാടുമുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നിട്ടും നാളിതുവരെയും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയോ മറ്റ് അന്വേഷണ നടപടികൾ പൂർത്തീകരിക്കുകയോ ചെയ്തിട്ടില്ല. തികച്ചും ധിക്കാരപരമായ പോലീസിന്റെ നടപടിക്കെതിരെ കൂടുതൽ ഊർജ്ജസ്വലമായ അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിലെ മേലധികാരികൾക്ക്, പോലീസ് IG-ക്ക്, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിന്, അതുപോലെ തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് താഴെ പോലീസിന്റെ തലങ്ങൾ വരെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഊർജ്ജമായ നടപടി ഉണ്ടാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ മെമ്പർ ശ്രീമതി V. ഗീത മുൻപാകെ ഞങ്ങൾ ഹർജി ബോധിപ്പിച്ചിട്ടുണ്ട്. ആദരണീയനായ കേരളത്തിന്റെ കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷിന്റെ മണ്ഡലത്തിലെ ഒരു വോട്ടറാണ് ഈ സിദ്ധാർത്ഥ് ഉദയകുമാർ. ബഹുമാനപ്പെട്ട മന്ത്രി തലത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളതിന് യാതൊരുവിധ വിവരവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. മനോരമ ദിനപത്രത്തിലാണ് അത്തരത്തിലൊരു വാർത്ത വന്നത്. മന്ത്രിതലത്തിലുള്ള ഇടപെടൽ ഉണ്ടാകും. അദ്ദേഹം കുടുംബക്കാരെ നേരിൽ വിളിക്കുകയോ സിദ്ധാർത്ഥിനെയോ സിദ്ധാർത്ഥിന്റെ പിതാവിനെ വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഇതുവരെ നാളെ ചെയ്തിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ഷോൺ പെല്ലിശ്ശേരി വിളിക്കുകയും മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതിനെ തുടർന്നുള്ള വാർത്ത ആയിരിക്കണം അത്തരത്തിൽ പ്രചരിച്ചിട്ടുള്ളത്. നാളിതുവരെ ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ടതായിട്ടുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഇടപെട്ടെങ്കിൽ അത് ഉചിതമാണ്, നല്ലതാണ്. അത്തരം കാര്യങ്ങളിൽ മന്ത്രി ജാഗ്രത പുലർത്തണം. അങ്ങനെ ഇടപെടുന്നത് ഉണ്ടാകുന്നതാണെങ്കിൽ നിയമ നടപടി പൂർത്തീകരിക്കാൻ അന്വേഷണത്തിൽ ഈ സാഹചര്യത്തിൽ മന്ത്രിക്ക് ഇടപെടാമല്ലോ. ഈ വീഴ്ചകൾ പരിഹരിക്കുന്നതിന്, പോലീസിന്റെ അന്വേഷണത്തിലുള്ള അപാകതകൾ പരിഹരിക്കുന്നതിന് ഭരണാധിപൻ എന്ന നിലയ്ക്ക് ഇടപെടുമെന്നുള്ള കാര്യം സ്വാഗതാർഹമാണ്. ഇടപെട്ടതായിട്ടുള്ള അറിവ് ഇതുവരെ ലഭിച്ചിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. ജൂൺ 30 തൻ്റെ ബന്ധുവിൻ്റെ മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്ന വഴിയിൽ കൊരട്ടി ജംഗ്ഷനിൽ ഇറങ്ങിയ സിദ്ധാർത്ഥ് ഉദയകുമാർ എന്ന വെസ്റ്റ് കൊരട്ടി സ്വദേശിക്ക് കൊരട്ടി പോലീസിലെ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള തിരുവനന്തപുരം സ്വദേശി വിനുകുമാറിൽ നിന്ന് ലഭിച്ച ഏറ്റവും അപമാനകരവും നിന്ദ്യവുമായിട്ടുള്ള ഒരു മർദ്ദനം, അത് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാൻ സാധിച്ചു. ഈ വാർത്ത ആദ്യമായിട്ട് ഒരു പുറം ലോകം അറിയുന്നത് ജൂലൈ 3 ജെഫൈസ് എന്ന് പറയുന്ന ഈ ഓൺലൈൻ ചാനലിലൂടെയാണ്. ഞാനന്ന് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സുരക്ഷ കൊടുക്കുന്നവരാണ്. എവിടെ ചെന്നാലും പോലീസിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാനായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഇടപെടലിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ നടന്നാൽ ഭയാശങ്കകളാണ് ഉണ്ടാവുക. ആ ചെറുപ്പക്കാരനെ ഏൽക്കേണ്ടി വന്നത് എത്ര അപമാനകരമായ സംഭവമാണ് പോലീസിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത്. പെരുമഴയത്ത് ഒരു പോലീസുകാരൻ കൊടുത്ത കുടയിൽ കയറി നിൽക്കുന്ന സമയത്താണ് ഈ ഇടിയൻ പോലീസായിട്ടുള്ള ഈ സിവിൽ പോലീസ് ഓഫീസർ കടന്നു വരിക. ഇയാളെ പറ്റി നിരവധി പരാതികളുണ്ട്. ആ പോലീസ് ഓഫീസർ വന്നതിന് ശേഷം മൊബൈൽ ഫോൺ എടുക്കാൻ പറയുകയും മൊബൈൽ ഫോൺ വീക്കി ഉടയ്ക്കുകയും ചാർജർ നശിപ്പിക്കുകയും അതിനുശേഷം ഇരുകരണത്ത് മാരകമായിട്ടുള്ള മർദ്ദനമാണ്. നിലത്ത് ചവിട്ടിയിട്ടു. എത്ര നിന്ദ്യമായിട്ടുള്ള ഇടപെടലാണ്. അതിനുശേഷം ആ ചെറുപ്പക്കാരൻ്റെ ചെവിക്കും കേൾവിശക്തിക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകളുണ്ടായി. വിദഗ്ധമായ ചികിത്സ തേടേണ്ടി വന്നു. ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഈ പ്രശ്നം വീണ്ടും അലട്ടുകയാണ്. കൊരട്ടി പോലീസ് ഈ വിഷയത്തിൽ പിറ്റേ ദിവസം തന്നെ, അതായത് ജൂലൈ 1 ഈ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള വിനുകുമാറിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും FIR ഇടുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ അതുകൊണ്ട് തീർന്നോ? എത്ര അപമാനകരമായ സംഭവം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാർത്തേണ്ടതും ഈ പ്രതിക്ക് കൊടുക്കേണ്ടതുമായിട്ടുള്ള വകുപ്പുകളും ശിക്ഷകളും ഒക്കെ എന്തായിരുന്നു? അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്നാണ് വെസ്റ്റ് കൊരട്ടിയിലെ സിദ്ധാർത്ഥ് ഉദയകുമാറിൻ്റെ മാതാപിതാക്കളും ഈ വിഷയത്തിൽ സിദ്ധാർത്ഥിന് നീതി കിട്ടുന്നതിന് വേണ്ടി തുടക്കം മുതലേ നിൽക്കുന്ന ചാലക്കുടിയിലെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് സ്വാമിനാഥനും ഇപ്പോൾ പറയുന്നത്. ഇതിനെ തുടർന്നവർ ഈ വിഷയം മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കൂടിയായിട്ടുള്ള V. ഗീത അവരുടെ മുൻപിൽ ഒരു പരാതി സമർപ്പിച്ചിരിക്കുകയാണ്. ഇതുവരെ നടന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് ഉടനെ ലഭ്യമാകേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ സത്വരമായ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് പ്രധാനമായിട്ടും ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു പോലീസുകാരൻ, അയാൾ ഇത്ര നിന്ദ്യമായി ചെയ്തിട്ട് അയാളുടെ പേരിലിട്ടിരിക്കുന്ന വകുപ്പുകൾ എന്തൊക്കെയാണ്?
വളരെ ബൈലബിൾ ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ചാർത്തിയിട്ടുള്ളത്. സ്വന്തം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരനായിട്ട് കൂടി അയാളുടെ പേര് പോലും FIR ഇട്ടിട്ടില്ല എന്നുള്ള അത്ഭുതപ്പെടുന്ന അമ്പരപ്പിക്കുന്ന സംഭവമാണെന്നാണ് അഡ്വക്കേറ്റ് സ്വാമിനാഥൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ളതാണ് ഒരു ചോദ്യം, പ്രത്യേകിച്ച് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നും. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നും ഭരണകേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകണമെന്നാണ് അഡ്വക്കേറ്റ് സ്വാമിനാഥൻ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മേൽക്കോടതികളിലേക്ക് പരാതികളുമായി പോകാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ജയഫേസുമായി സംസാരിച്ചപ്പോൾ അഡ്വക്കേറ്റ് സ്വാമിനാഥൻ പറഞ്ഞു. മറ്റൊരു വിഷയം അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഈ വിഷയം ആദ്യമായിട്ട് പുറം ലോകം അറിയിച്ചത് ജയഫേസ് എന്ന ഈ ഓൺലൈൻ ചാനൽ കൂടിയാണ്. ജൂലൈ 3-ാം തീയതിയാണ് ആ വാർത്ത വരുന്നത്. അതിനെ തുടർന്നാണ് മറ്റു മാധ്യമങ്ങളും ഈ വിഷയങ്ങളൊക്കെ ഈ സംഭവം ഇങ്ങനെ ഉണ്ടെന്നുള്ള അറിയുന്നത്. എന്നാൽ ജൂലൈ 4-ാം തീയതി മലയാള മനോരമ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. മന്ത്രി OJ ജനീഷ് ഇടപെട്ടിട്ടാണ് ഈ വിഷയത്തിൽ സസ്പെൻഷൻ ഓർഡർ ലഭിച്ചതെന്നാണ്. അതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് സ്വാമിനാഥനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ ഒരു വിഷയത്തിൽ മന്ത്രി ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ആദരണീയനായിട്ടുള്ള OJ ജനീഷ് മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലാണ് ഈ കുട്ടിയുടെ വീട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ അഡ്വക്കേറ്റ് OJ ജനീഷ് മന്ത്രി ഇടപെട്ടാൽ വളരെ നന്നായിരുന്നു എന്നാണ് അഡ്വക്കേറ്റ് സ്വാമിനാഥൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ വാർത്ത വന്നിട്ടുള്ളത്? അതിനെപ്പറ്റി അദ്ദേഹം പറയുന്നത്, എങ്ങനെയാണ് വാർത്ത വന്നിട്ടുള്ളതെന്ന് അറിയില്ല. തീർച്ചയായിട്ടും ഇതുവരെ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഉണ്ടായാൽ നന്നായിരുന്നു എന്നാണ് അഡ്വക്കേറ്റ് സ്വാമിനാഥൻ പറഞ്ഞത്. നമുക്കറിയാം, പത്രധർമ്മം അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് അത് കൃത്യമായി തന്നെ ഒരു കൃത്യതയോടുകൂടി അവതരിപ്പിക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ ആരെയും ഉയർത്തി കാണിക്കാനോ താഴ്ത്തി കാണിക്കാനോ ശ്രമിക്കേണ്ടതില്ല. മലയാള മനോരമ പത്രം അതിൻ്റേതായിട്ടുള്ള പ്രൗഢിയോടുകൂടി പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു പത്രമാണ്. ചാലക്കുടിയിൽ പ്രസ് ക്ലബ് അംഗമായിട്ടുള്ള കൃഷ്ണനായർ ഉൾപ്പെടെയുള്ള മുതിർന്ന പത്രപ്രവർത്തകർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പത്രപ്രവർത്തന ശൈലിയുണ്ട്. ഇന്ന് തൃശ്ശൂരിലെ പല ജീവനുള്ള മലയാള മനോരമ പത്രത്തിലെ പല ഉയർന്ന തസ്തികയിലിരിക്കുന്ന ആളുകളും അദ്ദേഹത്തെപ്പറ്റി പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന പല വേദികളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എൻ്റെ ചെവിയിൽ പലരും എത്തിച്ച് അങ്ങനെ ഞാൻ അറിഞ്ഞിട്ടുള്ള സംഭവമാണ്. തീർച്ചയായിട്ടും ഈ കൃഷ്ണനായർ എന്ന് പറയുന്ന മനുഷ്യൻ ആരെയും വാർത്തകൾ വെട്ടിക്കൊടുക്കാനോ പക തീർക്കാനോ ഒന്നും ഈ മാധ്യമത്തെ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പരാതികൾ മനോരമയിൽ വരുന്നത് വളരെ ചുരുക്കമാണ്. എന്നാൽ ഇപ്പോൾ പലരുടെയും പേരിൽ നിരവധി ഈ വാർത്ത വെട്ടിക്കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നിരവധിയായിട്ടുള്ള വാർത്തകൾ വരുന്ന കാര്യം പല ജീവനുള്ള മനോരമയുടെ ഉയർന്ന തസ്തികയിലിരിക്കുന്ന ആളുകളും പല വേദികളും പറഞ്ഞിട്ടുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. പത്രം മാധ്യമങ്ങൾ എന്നുള്ളത് അതിനൊരു ധർമ്മമുണ്ട്. നമ്മൾ ആരെയും ഉയർത്തിക്കാട്ടാനോ അല്ലെങ്കിൽ താഴ്ത്തിക്കാട്ടാനോ ഒക്കെ മനഃപൂർവ്വം ശ്രമിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് പുറം ലോകം അറിയും എന്നുള്ള കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായിരുന്നാലും സിദ്ധാർത്ഥ ഉദയകുമാറിന് ഈ വിഷയത്തിൽ അർഹമായ നീതി ലഭിക്കണം. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പോലീസ് ഓഫീസർക്ക് നേരെ ഉണ്ടാകണം. ഏറ്റവും ശക്തമായിട്ടുള്ള വകുപ്പുകൾ ഈ പോലീസ് ഓഫീസർക്ക് നേരെ ഇടണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിന് വേണ്ടി അതിശക്തമായ രീതിയിൽ നിലകൊള്ളുന്ന അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് സ്വാമിനാഥൻ, ചാലക്കുടിയിലെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് സ്വാമിനാഥൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജയഫേസുമായി സംസാരിച്ചു. പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിക്ക് ഹർജി കൊടുത്തിട്ടുണ്ട്. പോലീസിന്റെ നടപടി എത്രയാണെന്ന് നോക്കിയ ശേഷം ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഈ വിഷയത്തിൽ മാതൃകാപരമായ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് ഉണ്ടാകാത്ത പക്ഷം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹർജി ബോധിപ്പിച്ച് സത്വരമായ നടപടി ആവശ്യപ്പെട്ടുള്ള നിയമ നടപടികൾ പൂർത്തീകരിക്കും. അതിന് ഈ മുഴുവൻ സമൂഹത്തിന്റെയും പിന്തുണയുണ്ട് എന്നുള്ളതാണ് ആവേശകരമായ കാര്യം. പോലീസിലെ ചുരുക്കം ചില ഉദ്യോഗസ്ഥന്മാർ എത്രയോ നല്ലവരായ മനുഷ്യത്വമുള്ള കാരുണ്യപരമായ പ്രവർത്തനം നടത്തുന്ന പോലീസുകാർക്ക് കൂടി സൽപ്പേര് നശിപ്പിക്കുന്ന തരത്തിൽ പോലീസിലുള്ള ക്രിമിനലുകളുടെ അഴിഞ്ഞാട്ടം നമ്മുടെ സമൂഹത്തിൽ വലിയ വിപത്താണ്. പോലീസിലെ ക്രിമിനലുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കണം. സത്വരമായ നടപടികൾ അനിവാര്യമാണ്. അതിനുവേണ്ട നടപടികളുമായി മുന്നോട്ട് പോകും.